മുൻപ് നോമ്പുകാലമായാൽ കോഴിക്കോട്ടങ്ങാടിയിൽ നിന്നും ചായയും വടയും കിട്ടാത്തതായിരുന്നു ചില പുരോഗമനവാദികളുടെ പരാതിക്ക് ഇടയുണ്ടാവാറുണ്ടായിരുന്നത്. ഭാഗ്യവശാൽ ഇക്കഴിഞ്ഞ നോമ്പിന് ഇതുപോലുള്ള പരാതിയൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല, വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുമില്ല. അതിന് തൊട്ട് മുൻപത്തെ നോമ്പുകാലത്താണ് സംവിധായകനായ ഉമർ ലുലുവിന് ചായയും വടയും കോഴിക്കോട്ടങ്ങാടിയിൽ കിട്ടാത്തത് അവരുടെ ലോകത്ത് വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നത്. കോഴിക്കോട്ട് ചായയില്ല, മലപ്പുറത്ത് പച്ചവെള്ളം കിട്ടില്ല എന്നൊക്കെ വെച്ച് കാച്ചും. അതങ്ങ് ചർച്ചയാക്കും. പല തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും. ഇപ്പോൾ നോമ്പ് വിട്ട് ബലിപെരുന്നാളിനാണ് പുതിയ സംഭവങ്ങളൊക്കെ ഇത്തരക്കാർ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ബലിയർപ്പിക്കുന്ന മൃഗങ്ങളെ കൊല്ലുന്നത് പാപമാണെന്നും ആ ഇറച്ചി എങ്ങനെ തിന്നാൻ തോന്നുന്നു എന്നുമൊക്കെയാണ് ഇവരുടെ ലോകത്തെ പുതിയ ചോദ്യം. മുസ്തഫ മൗലവി എന്ന പുതിയ പുരോഗമനവാദിയുടെ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: സമർപ്പണമാണ് അബ്രഹാമിക വഴി, അതാണ് ബലി. രക്തബലി ദൈവ നിർദ്ദേശമല്ല, വേദ താല്പര്യവും അതല്ല. മനുഷ്യനാവുക, കരുണയുള്ളവനാവുക സകല ജീവികളോടും. അരുളു മൻപു മനുകമ്പയും ജീവിതാരകമായി തീരട്ടെ, അതാണ് വേദ സന്ദേശം. ഇങ്ങനെയായിരുന്നു അദ്ദേഹം FB-യിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കോഴിക്കോട്ടെ ഒരു മുതിർന്ന എഴുത്തുകാരനോട് ഒരു വഴിപോക്കൻ ചോദിച്ചു അത്രേ, അറക്കാൻ പോകുന്ന ആടിനോട് കാണിക്കാവുന്ന അനുകമ്പ എന്താണെന്ന്. ടിയാൻ പറഞ്ഞു, അതിനെ അറുക്കാതിരിക്കുക എന്നതാണ് അതിനോട് കാണിക്കുന്ന ഏറ്റവും നല്ല അനുകമ്പ എന്ന്. ഇങ്ങനെ അനുകമ്പയും അറുത്തത് ഭക്ഷിക്കില്ലെന്ന ഗീർവാണവും ഒക്കെ ഫേസ്ബുക്കിൽ പറയുന്നതിനിടക്കാണ് മുകളിൽ പറഞ്ഞതിൽ ഒരാൾ നല്ല അസൽ അൽഫാമും ചുട്ട അൽഫാമും മന്തിയും കഴിക്കുന്ന ഒരു ചിത്രം ആരോ ഒരാൾ പുറത്തുവിടുന്നത്. കോഴിയെ ബലിയറുത്തതല്ലെങ്കിൽ കഴിക്കാം എന്ന മട്ടിലാണ് മൗലവി കഴിക്കുന്നതെന്നായി പിന്നെ സോഷ്യൽ മീഡിയയിലെ സംസാരം. ആ ആൾ മൗലവിയാണെന്ന് ഞാൻ പറഞ്ഞുപോയി കേട്ടോ. ബലിയർപ്പിക്കുന്നതിൽ മാത്രമാണ് ഇവർക്ക് തെറ്റ് കാണാൻ കഴിയുന്നത്. ബലിയർപ്പിച്ച മൃഗത്തിന്റെ ഭക്ഷണം കഴിക്കരുത്, അതിനെ അറുക്കാതിരിക്കുകയാണ് അതിനോട് കാണിക്കുന്ന അനുകമ്പ എന്നൊക്കെ വച്ചു കീറുന്നവർ കടയിൽ നിന്നും ചിക്കൻ വാങ്ങിക്കഴിക്കുമ്പോൾ ഇതെന്താണ് ഓർക്കാതെ പോകുന്നത്? ഇവരൊക്കെ മുഴുസമയ സസ്യബുക്കുകൾ ആയിരിക്കും എന്നാണ് കരുതിയത്. എന്നാൽ ഇവരൊക്കെ മത്സ്യം കഴിക്കുന്നു. ബലി എന്ന പേരില്ലാതെ കച്ചവടാവശ്യാർത്ഥം കച്ചവടക്കാർ അറുത്ത ബീഫ് കഴിക്കുന്നു. ഇതെന്ത് വിരോധാഭാസമാണ്? ഒന്നുകിൽ നിങ്ങൾക്ക് തികഞ്ഞ മൃഗസ്നേഹവും നിങ്ങൾ തികഞ്ഞ സസ്യബുക്കുകളുമായിരിക്കണം. നിങ്ങൾ ബലി അറുക്കുന്നതിനെ കുറിച്ചും അറിവിൽ ആ അറുത്ത മാംസം എങ്ങനെ, ആ ജീവിയുടെ മാംസം നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെയും ഇതു തന്നെയല്ലേ സംഭവിക്കുന്നത്? ബലിയർപ്പണം എന്നതുകൊണ്ട് എന്താണ് ഇസ്ലാം ഉദ്ദേശിച്ചത് എന്നതിൻ്റെ വ്യാഖ്യാനം അറിയാത്തവരൊന്നുമല്ലല്ലോ ഇവർ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ വിശ്വാസം പരീക്ഷിക്കാൻ ദൈവം മകനെ ബലി നൽകണമെന്ന് ഉത്തരവിടുന്നു. അതിന് സന്നദ്ധമായ ഇബ്രാഹിം നബിയുടെ മനോധൈര്യത്തിൽ തൃപ്തനായ അള്ളാഹു ഈ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിച്ചു എന്ന് പറയുകയും പകരം ഒരു ആടിനെ അറുത്തുകൊള്ളാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ സ്മരണയിലാണ് ബലിയർപ്പണം എന്ന കാര്യം ഉള്ളത്. ഇതങ്ങനെ പുതുതായി പറയേണ്ട ഒന്നല്ല, ഇതാർക്കും അറിയാത്ത കാര്യവുമല്ല. ഇനി ഇന്നത്തെ സാഹചര്യം എന്ന പേരിൽ വിലപിക്കുന്നവരുണ്ട്. അവർ ഒന്നുകിൽ ഇസ്ലാമോഫോബിയ ഒളിച്ചു കടന്നുന്നവരാണ്, മറ്റൊരു സംഘം സംഘപരിവാർ പ്രൊഫൈലുകളാണ്, മൂന്നാമത്തെ ഒരു സംഘം കപട മൃഗസ്നേഹം അഭിനയിക്കുന്നവരാണ്, അതുമല്ലെങ്കിൽ പുരോഗമനം എന്ന എണ്ണയിട്ട് കുളിക്കുന്നവരുമാണ്. ഇക്കാലത്ത് ബലിയർപ്പണം എന്നത് കാടൻ ചിന്തയാണെന്ന് എന്നൊക്കെയാണ് ചില എഴുത്തുകാർ എന്ന് പറയുന്നവർ എഴുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതും ചില എഴുത്തുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും. ബലിയർപ്പണം ഇസ്ലാമിൽ മാത്രമാണോ നടക്കുന്നത്? ഇന്ത്യയിൽ മറ്റെവിടെയൊക്കെ ബലിയ നൽകുന്നുണ്ട്? ഏതെല്ലാം സമുദായങ്ങൾ അതിനോട് ആ വഴിയിലൂടെ പോകുന്നുണ്ട്? എല്ലാവരും സസ്യബുക്കുകൾ മാത്രമായി ജീവിക്കണമെന്ന് പറയുന്നവർ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു കാര്യം കൂടി പറയട്ടെ. ലോകത്ത് മാംസ കയറ്റുമതിയിൽ 2ാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാംസ കയറ്റുമതിക്കാർ ആരാണ് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അഥവാ മോദിയുടെ ഭരണത്തിൽ ഈ കയറ്റുമതിക്ക് ഗണ്യമായ വർധനവാണ് ഉണ്ടായത്. ഈ കമ്പനികളിൽ നിന്ന്, ഈ മാംസം കയറ്റി അയക്കുന്ന കമ്പനികളിൽ നിന്ന് BJP ഇലക്ടറൽ ബോണ്ട് സ്വീകരിച്ച രേഖകൾ പോലുമുണ്ട്. ഇവർക്കൊപ്പം മനുഷ്യ നന്മ പറഞ്ഞ് കപട മൃഗസ്നേഹം അഭിനയിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം: ഇന്ത്യയിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ 30% പേർ മാത്രമാണ്. എന്നാൽ അവർ പട്ടുസാരി ഉടുക്കുന്നു, ലെതർ ചെരുപ്പുകളും ബാഗുകളും ഉപയോഗിക്കുന്നു. എങ്ങനെയെന്നല്ലേ? അവർ ധരിക്കുന്ന പട്ടുസാരിയിൽ എത്ര പട്ടുനൂൽ പുഴുക്കളുടെ ജീവത്യാഗമുണ്ട്? അവർ ധരിക്കുന്ന ചെരുപ്പിൽ, ബാഗിൽ എത്ര മൃഗങ്ങളുടെ ചോരയുണ്ട്? ഇതുകൂടാതെ മുട്ടയും പാലും നെയ്യും തേനും തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ
പല വിധത്തിലുള്ള സംഭവങ്ങളെയും മനുഷ്യർ ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് കാലങ്ങളായി ഈ ഭൂലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതിലൊന്നും കുഴപ്പം കാണാത്തവരാണ് കേവലം ഒരു ദിവസത്തെ ബലിയർപ്പണത്തിൽ കുറ്റം കാണുന്നത്. അതും ബീഫ് ഒഴിവാക്കാൻ കടലിൽ നിന്നും പിടിക്കുന്ന മത്സ്യം ഭക്ഷിച്ചുകൊണ്ടാണ് ഇവർ FB പോസ്റ്റ് ഇടുന്നത് പോലും. അഹിംസയാവാം, പക്ഷെ വാക്കും പ്രവൃത്തിയും ഒന്നാവുന്നവർക്ക് മാത്രം. മനുഷ്യനുണ്ടായ കാലം മുതൽ അവരുടെ ഭക്ഷണക്രമത്തിൽ മാംസമുണ്ട്, സസ്യാഹാരം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിന് പുതിയ വ്യാഖ്യാനങ്ങളൊന്നും നൽകി ആരും തന്നെ വരേണ്ടതില്ല.